ഓൺലൈനിൽ ആക്റ്റീവായി നിൽക്കുന്ന മുസ്ലിം കമന്റ് തൊഴിലാളികളുടെ കാര്യം ബഹുവിശേഷമാണ്. ഇവരുടെ സ്വന്തം മതഗ്രന്ഥങ്ങൾ ഇവർ വായിച്ചിട്ടില്ല. ആരെങ്കിലും അത് വായിച്ചിട്ട് എന്തെങ്കിലും പറഞ്ഞാലോ ഉടനെ സ്വന്തം പ്രമാണങ്ങളെ ഇവർ തള്ളിപ്പറയുകയും ചെയ്യും. ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. കോയ എന്നൊരാളുടെ ദീർഘമായൊരു കമൻറ്റിൻ്റെ ആദ്യ പാരഗ്രാഫിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് സഹീഹുൽ ബുഖാരി അധ്യായ 63 ഹദീസ് നമ്പർ 1630 എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ഹദീസ് സെർച്ച് ചെയ്താൽ പോലും ലഭ്യമല്ല. അഥവാ ഇവൻ്റെ സ്വയം നിർമ്മിതിയാണ്. അല്ലെങ്കിൽ എപ്രകാരം സെർച്ച് ചെയ്താൽ ആയത് ലഭ്യമാകുമെന്ന് ഏതെങ്കിലും തന്തയ്ക്ക് പിറന്നവൻ അറിയിക്കേണ്ടിയിരിക്കുന്നു എന്നാണ്. സ്വന്തം മതഗ്രന്ഥങ്ങൾ വായിച്ചു നോക്കാതെ ഇസ്ലാമിനെ സംരക്ഷിക്കാൻ വേണ്ടി ഓടിച്ചാടി യുദ്ധഭൂമിയിലിറങ്ങുന്ന എല്ലാ ഭടന്മാർക്കും സംഭവിക്കുന്ന മണ്ടത്തരം തന്നെയാണ് ഇദ്ദേഹത്തിന് സംഭവിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഞാൻ ചർച്ചയ്ക്ക് വന്ന കാലം മുതലേ കേൾക്കുന്ന ഒരു ആരോപണമാണ് അനിൽകുമാർ അയ്യപ്പൻ ഒരു ഹദീസ് നിർമ്മാണ ഫാക്ടറിയാണ് എന്നുള്ളത്. അന്നൊന്നും ഈ 3G ഒന്നും എത്തിയിട്ടില്ല. ഇന്നിപ്പോൾ നമ്മൾ 4Gയിലാണല്ലോ. അന്ന് 3G പോലും എത്തിയിട്ടില്ല. 2Gയിലുള്ള കാലമാണ്. ഇപ്പോൾ ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരു ഹദീസ് ഇട്ട് അന്നേരെ ഉമ്മാർ വന്നിട്ട് പറയും ഇതൊന്നും ഞങ്ങളുടെ പ്രമാണത്തിലില്ല, ഇതൊക്കെ ഈ ദജ്ജാലിൻ്റെ സ്വയം നിർമ്മിതിയാണെന്ന്. അത് കേട്ട് മടുത്തപ്പോഴാണ് ഞാൻ ആദ്യമായി ഒരു സ്കാനർ വാങ്ങുന്നത്. എനിക്ക് ആ സമയത്ത് പ്രത്യേകിച്ച് സ്കാനറിൻ്റെ ആവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, മറ്റേതെങ്കിലും ആവശ്യത്തിന്, ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം. കാരണം ഇവരുടെ പുസ്തകം വായിച്ച് അതിലുള്ള ഹദീസാണ് കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്തിട്ട് ഇതിനകത്ത് ഇടുന്നത്. അന്നേരം പറയുന്നത് ഇത് അനിൽകുമാറിൻ്റെ സ്വന്തമാണ്, ഇങ്ങനെയൊന്നും ഞങ്ങളുടെ പ്രമാണത്തിലില്ല എന്ന്. അപ്പോൾ ഞാൻ ഉദ്ധരിക്കുന്ന ഹദീസുകളെല്ലാം അതിനുശേഷം ഞാൻ സ്കാൻ ചെയ്ത് ഇടാൻ തുടങ്ങി. അന്ന് 2G ആണെന്ന് ഓർക്കണം. 2Gയിൽ ഇത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ സ്ലോ ആണ്. പക്ഷെ ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് അതൊക്കെ ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞതോടെയാണ് ഇവർ ഈ ഹദീസ് നിർമ്മാണ ഫാക്ടറിയാണ് അനിൽകുമാർ എന്നുള്ള ആരോപണം കുറച്ചെങ്കിലും അവസാനിപ്പിച്ചത്. ഇപ്പോൾ ഇവിടെ ഈ കോയ പറയുന്നത് സഹീഹുൽ ബുഖാരി അധ്യായ 63 ഹദീസ് നമ്പർ 1630 എന്ന് എഴുതി കാണിച്ചുകൊണ്ടാണ് ഇദ്ദേഹം സംസാരിക്കുന്നത്. അങ്ങനെ ഒരു ഹദീസ് സെർച്ച് ചെയ്താൽ പോലും ലഭ്യമല്ലെന്നാണ്. അത് ലഭ്യമല്ലാതിരിക്കുന്നതിന് കാരണം ഞാനല്ല. നിങ്ങളുടെ ആളുകളോട് ആ ഹദീസുകളൊക്കെ നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇടാൻ പറ. ഇടുമ്പോൾ റെഫറൻസ് കൃത്യമായിട്ട് കൊടുക്കാനും പറ. ഒരു ഹദീസിന് അറബിയിലുള്ള റെഫറൻസ് നമ്പർ അല്ല ഇംഗ്ലീഷിലുണ്ടാവുക, ഇംഗ്ലീഷിലുള്ള റെഫറൻസ് നമ്പർ അല്ല മലയാളത്തിലുണ്ടാകുക, മലയാളത്തിലുള്ള റെഫറൻസ് നമ്പർ അല്ല തമിഴിലുണ്ടാകുക, തമിഴിലുള്ള റെഫറൻസ് നമ്പർ അല്ല തെലുങ്കിലുണ്ടാകുക, തെലുങ്കിലുള്ള റെഫറൻസ് നമ്പർ ആയിരിക്കില്ല ഹിന്ദിയിലുണ്ടാകുന്നത്. ഇങ്ങനെ ലോകത്ത് ഏതൊക്കെ ഭാഷകളിലേക്ക് ഇവരുടെ ഹദീസുകൾ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ടോ അതിലെല്ലാം ഈ ഹദീസ് നമ്പറുകൾ വ്യത്യസ്തമായിട്ടായിരിക്കും ഇവർ കൊടുക്കുക. കൃത്യമായിട്ട് ഒരു ക്രമമായ നിലയിൽ ഒരിക്കലും അതുണ്ടാവുകയില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ റെഫറൻസ് നമ്പർ മാറ്റുന്നതെന്ന് ചോദിച്ചാൽ ഇസ്ലാമിൻ്റെ ഇരകളായ മുസ്ലിങ്ങൾ ആ ഹദീസുകൾ ഒരിക്കലും കണ്ടുപിടിക്കാൻ പാടില്ല എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. സ്വന്തം മതത്തിലെ ആളുകളിൽ നിന്ന് തന്നെ സ്വന്തം മതത്തിലെ പ്രമാണഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങൾ മറച്ചു പിടിക്കേണ്ടുന്ന സ്ഥിതിയാണ് ഇവർക്കുള്ളത്. എൻ്റെ കൈവശമുള്ള സ്വഹീഹ് മുസ്ലിമിൻ്റെ മലയാള പരിഭാഷ അത് പുറത്തിറക്കിയിരിക്കുന്നത് മഞ്ചേരിയിലുള്ള ഇൻസാഫ് പബ്ലിക്കേഷനാണ്. അവർ ഓരോ ഹദീസുകൾക്കും നൽകിയിരിക്കുന്ന റെഫറൻസ് നമ്പർ അല്ല വേറെ. ഇപ്പോൾ ഉദാഹരണത്തിന് IPH, അതായത് ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ IPH ഇറക്കിയിരിക്കുന്ന സ്വഹീഹ് മുസ്ലിം നോക്കിക്കഴിഞ്ഞാൽ ഈ റെഫറൻസ് നമ്പർ അല്ല ഇതിനകത്തുള്ളത്. ഈ നമ്പറിൽ കാണുന്ന ഹദീസുകൾ അവിടെ കാണുകയില്ല, വേറെ ഏതെങ്കിലും നമ്പറിലൊക്കെ ആയിരിക്കും. അല്ലെങ്കിൽ തൃശ്ശൂരിലെ ആമിന ബുക്ക് സ്റ്റാളുകാർ അവർ സ്വഹീഹ് മുസ്ലിം ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതല്ല കാണുക. അല്ലെങ്കിൽ തിരൂരങ്ങാടി പ്രിന്റേഴ്സ് അവരിറക്കിയിരിക്കുന്നതിൽ ഇതല്ല. ഓരോ ഇസ്ലാമിക പ്രസാധകരും ഇറക്കിയിരിക്കുന്ന സ്വഹീഹ് മുസ്ലിം എൻ്റെ കൈവശമുള്ള സ്വഹീഹ് മുസ്ലിമിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ കൈവശമുള്ള സ്വഹീഹ് ബുഖാരിയുടെ മലയാള പരിഭാഷ ശ്രീ CN അഹമ്മദ് മൗലവി തർജ്ജമ ചെയ്ത് കോഴിക്കോടുള്ള അൽഹുദ ബുക്സ് പരിഷ്കരിച്ച 7ാം പതിപ്പാണിത്. അതിന് മുമ്പുള്ള 6 പതിപ്പിലുള്ളത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാലും ഇതേ റെഫറൻസ് നമ്പർ അതിനകത്ത് ചിലപ്പോൾ കാണണമെന്നില്ല. ഇനി വേറെ പ്രസാധകർ ഇറക്കിയിരിക്കുന്ന സ്വഹീഹ് ബുഖാരിയുടെ മലയാള പരിഭാഷയിൽ എൻ്റെ കൈവശം ഇരിക്കുന്ന ഈ പരിഭാഷയിലുള്ള റെഫറൻസ് നമ്പറിൽ ഇതിൽ പറയുന്ന ഹദീസുകൾ അവിടെ കാണുകയില്ല. ചിലപ്പോൾ ഇതിലുള്ള ഹദീസേ അവിടെ കാണുകയില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ തന്നെ വേറെ ഏതെങ്കിലും റെഫറൻസ് നമ്പറിലായിരിക്കും.
അതുപോലെ തന്നെ ആ പരിഭാഷയിലുള്ള പല ഹദീസുകളും ഇതിനകത്ത് ഉണ്ടാവുകയില്ല. അതിനകത്തുള്ള നമ്പറിൽ ഇതിലോ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും കാണുകയില്ല. അപ്പോൾ ഇവരിത് മൊത്തം സെൻസർ ചെയ്തും എഡിറ്റ് ചെയ്തും കട്ട് ചെയ്ത് കളഞ്ഞൊക്കെയാണ് ഇവർ ഇറക്കുന്നത്. എന്നിട്ട് നമ്പറുകൾ അങ്ങ് മാറ്റിയിടുകയും ചെയ്യും. ഒറിജിനൽ സ്വഹീഹ് ബുഖാരിയിൽ മൊത്തം 99 അധ്യായങ്ങളാണുള്ളത്. 99 അധ്യായം. അവസാനത്തേത് തൗഹീദ് എന്ന് പറയുന്ന അധ്യായമാണ്. എന്നാൽ ശ്രീ CN അഹമ്മദ് മൗലവിയുടെ പരിഭാഷയിൽ 94 അധ്യായങ്ങളേ ഉള്ളൂ. 94 അധ്യായങ്ങൾ. 5 അധ്യായങ്ങളാണ് വളരെ നൈസായിട്ട് ഇവരാരും അറിയാതെ അങ്ങ് ഒഴിവാക്കി കളഞ്ഞിരിക്കുന്നത്. 5 അധ്യായങ്ങൾ. ഈ 5 അധ്യായങ്ങൾ മാത്രമല്ല, മറ്റ് അധ്യായങ്ങളിലുള്ള ഹദീസുകളും ഇതേപോലെ ഇവർ മുക്കിയിട്ടുണ്ട്. ഇവരത് കട്ട് ചെയ്ത് കളഞ്ഞു. സ്വഹീഹ് ബുഖാരിയിലുള്ളത് 7563 ഹദീസുകളാണ്. 7563. അതിൽ 2230 എണ്ണം ആവർത്തനമാണ്. അതായത് ഒരു ഹദീസ് തന്നെ വേറെയും പല ആളുകളാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വന്നതാണ്. അതല്ലെങ്കിൽ ഒരു വിഷയത്തെ സംബന്ധിച്ച് ബുഖാരി ഇപ്പോൾ ആ വിഷയത്തിന് ഒരു തെളിവായിട്ടൊരു ഹദീസ് ഉദ്ധരിക്കുന്നു, അത് ഉൾപ്പെടുത്തി. പിന്നെ വേറൊരു വിഷയത്തിൽ ചിലപ്പോൾ ആ ഹദീസ് വേറൊരു വിഷയത്തിനും തെളിവായിരിക്കും. അപ്പോൾ ആ വിഷയത്തെ പറ്റി പറയുമ്പോൾ അപ്പോഴും ആ ഹദീസ് ഉൾപ്പെടുത്തി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ 2230 ഹദീസുകൾ ആവർത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 7563 നിന്ന് ആവർത്തനമുള്ള 2230 ഹദീസുകൾ ഒഴിവാക്കിയാൽ ബാക്കിയുള്ളത് 5333 ഹദീസുകളാണ്. അപ്പോൾ ആവർത്തനമുള്ള ഹദീസുകളൊക്കെ ഒഴിവാക്കി ബാക്കി ഹദീസുകളാണ് ഇവർ പരിഭാഷപ്പെടുത്തുന്നതെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ആ 5333 ഹദീസുകളെങ്കിലും ഇവർ പരിഭാഷപ്പെടുത്തണ്ടേ? അതല്ലേ സ്വന്തം മതവിശ്വാസികളോടും ഈ മതത്തെക്കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്ന അന്യമതസ്ഥരോടും കാണിക്കുന്ന മാന്യത അല്ലേ ചെയ്യേണ്ടത്? പക്ഷെ അങ്ങനെ ഒരു മാന്യത എന്താണെന്ന് പോലും ഇവരുടെ പണ്ഡിതന്മാർക്കറിയില്ല. ഇസ്ലാമിക പണ്ഡിതന്മാർക്ക് അങ്ങനെ ഒരു മാന്യത എന്താണെന്ന് കേട്ടുകേൾവി പോലുമില്ല. എൻ്റെ കൈവശമുള്ള CN അഹമ്മദ് മൗലവിയുടെ സ്വഹീഹുൽ ബുഖാരി മലയാള പരിഭാഷയിൽ എത്ര ഹദീസുകളാണുള്ളതെന്ന് അറിയാമോ? 7563 ഒറിജിനലിലുള്ളത് മൊത്തം. അതിൽ ആവർത്തനം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കി 5333 ഹദീസുകൾ. പക്ഷെ ഇവരിറക്കിയിരിക്കുന്ന എത്രയാണെന്ന് അറിയാമോ? 2182 ഹദീസുകൾ മാത്രമാണ് ഇവർ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. അതും ആവർത്തനമുള്ള ഹദീസുകളാണെന്ന് ഓർക്കണം കേട്ടോ. ആവർത്തനമൊക്കെ ഒഴിവാക്കി ബാക്കിയുള്ള 5000 ചില ഹദീസിൽ നല്ലത് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ആവർത്തനമുള്ള ഹദീസുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൊത്തം 7563 നിന്നും 2182 ഹദീസുകൾ മാത്രമേ ഇവർ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടുള്ളൂ. 5381 ഹദീസുകളാണ് ഇവർ സെൻസറിങ് നടത്തി തട്ടിക്കളഞ്ഞിരിക്കുന്നത്.